ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാർത്തി സെർജോ ടിപ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ പാരീസ് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അടങ്ങിയിട്ടുള്ള കോണ്ടന്റ് വീഡിയോ ആണ്. ഇത് കറണ്ട് അഫെയർസ് അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനു മുൻപ് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അടങ്ങിയിട്ടുള്ള ഒരു കോണ്ടന്റ് വീഡിയോ നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ഉടൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ പോയിന്റ്, 2024 ഓഗസ്റ്റ് 28 മുതൽ 2024 സെപ്റ്റംബർ 8 വരെയാണ് പാരീസ് പാരാലിമ്പിക്സ് നടന്നത്. 17ാമത് പാരാലിമ്പിക്സ് എഡിഷനാണ് 2024 ഇതെന്ന് കൂടി ഓർത്തിരിക്കാം. ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് ഫ്രാൻസിലെ പാരീസ് ആണ്. ഒളിമ്പിക്സിലും ഇത് തന്നെയായിരുന്നു വേദി, ഫ്രാൻസിലെ പാരീസ് ആണ്. ഇതിൻ്റെ ആപ്തവാക്യവും സെയിം ആണ്, ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ് ഇതിൻ്റെ ആപ്തവാക്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഭാഗ്യചിഹ്നം ഫ്രിജയൻ, സെയിം ആണ്, ഭാഗ്യചിഹ്നം ഫ്രിജയൻ. ഔദ്യോഗിക ഗാനം, ഇതിലെ ഔദ്യോഗിക ഗാനമായിട്ട് പ്രഖ്യാപിച്ചത് വിക്ടർ ലെ മാസ്നെ രചിച്ചിട്ടുള്ള പരേഡ് ഗാനമാണ്. ഔദ്യോഗിക ഗാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിക്ടർ ലെ മാസ്നെ രചിച്ചിട്ടുള്ള പരേഡ് ഗാനമാണ്. ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ആണ്. ഉദ്ഘാടനം ചെയ്തത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് ചൈന. 2024 പാരീസ് പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് ചൈന. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 18ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 18. പാരാലിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഉദ്ഘാടന ചടങ്ങാണ്. അത് നോക്കുക. ജാവലിൻ ത്രോ താരമായിട്ടുള്ള സുമിത് ആൻഡിലും ഷോട്ട് പുട്ട് താരമായിട്ടുള്ള ഭാഗ്യശ്രീ ജാദവുമാണ് പാരാലിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത്. അതും കൂടെ ഓർത്തിരിക്കാം. 2024 പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് കരോലിൻ ഗ്രൂട്ട്. 2024 പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് കരോലിൻ ഗ്രൂട്ട്. നെതർലാൻഡുകാരിയാണെന്ന് കൂടി ഓർത്തിരിക്കാം. ഇന്ത്യ പങ്കെടുത്തിട്ടുള്ള 13ാമത്തെ പാരാലിമ്പിക്സ് എഡിഷനാണ് 2024 നടന്നത്. ഇന്ത്യ പങ്കെടുത്തിട്ടുള്ള 13ാമത്തെ പാരാലിമ്പിക്സ് എഡിഷനാണ് 2024 നടന്നിട്ടുള്ളത്. 2024 പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചീഫ് ഡേ മിഷൻ എന്നറിയപ്പെടുന്നത് സത്യപ്രകാശ് സാങ്വാനാണ്. 2024 പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചീഫ് ഡേ മിഷൻ അറിയപ്പെടുന്നത് സത്യപ്രകാശ് സാങ്വാൻ. 2024 പാരാലിമ്പിക്സ് പുരുഷ സിംഗിൾസ് SL3 ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ താരമാണ് നിതീഷ് കുമാർ. 2024 പാരാലിമ്പിക്സിൽ പുരുഷ സിംഗിൾസ് SL3 ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ താരമാണ് നിതീഷ് കുമാർ. 2024 പാരാലിമ്പിക്സ് സമാന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങും സമാന ചടങ്ങും മാറിപ്പോകരുത്. ഇതിൽ അത്ലറ്റിക്സ് താരമായിട്ടുള്ള പ്രീതി പാലും അമ്പെയ്ത്ത് താരമായിട്ടുള്ള ഹർവീന്ദർ സിംഗുമാണ് 2024 പാരാലിമ്പിക്സ് സമാന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ നമ്മൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ്, ഇനി എന്തൊക്കെ വീഡിയോ വേണം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്